അല്ലാഹുവിൻ്റെ പ്രവാചകർ ആയിഷയോട് പറയുകയാണ്, ആയിഷ, ഒരൊറ്റ രാത്രി പോലും ഞാൻ നിനക്ക് വേണ്ടി മാത്രമല്ല, ഒരു രാത്രി പോലും എൻ്റെ സമുദായം ചെയ്യുന്ന ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാ, എൻ്റെ ഉമ്മത്തിൻ്റെ ദോഷം പൊറുക്കണേ നാദാ, എന്നെൻ്റെ സമുദായത്തിൻ്റെ ദോഷം പൊറുക്കാൻ, എൻ്റെ ഉമ്മത്തിൻ്റെ ദോഷം പൊറുക്കാൻ ഞാൻ ദുആ ചെയ്യാത്ത രാത്രിയില്ല ആയിഷ. എൻ്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, പാപങ്ങളായ നമ്മളെ ദോഷം പൊറുക്കാൻ ദുആ ചെയ്യാൻ മറന്നാലോ, നമ്മളെ പാപമോചനത്തിന് ഇരക്കാൻ നമ്മൾ മറന്നാലോ, മുഴുവൻ രാത്രികളിലും നമ്മളെ ദോഷം പൊറുക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന നേതാവ്, നമ്മളെ നരകത്തിൽ കത്തിക്കരിയരുതേ എന്ന് കൊതിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ദുആ ചെയ്യുന്നവര് നായകൻ, അത് ലോകത്തുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയല്ല, അത് നമ്മുടെ ഉപ്പയല്ല, ലോകത്തെ രാഷ്ട്രീയ സാമൂഹ്യ നായകന്മാരല്ല, അത് ഒരേ ഒരു നേതാവാണ്. ഒച്ചത്തിൽ ചെല്ലൂ മക്കളെ, നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ മറക്കുന്ന സമയത്തും നമ്മളെ ഓർക്കാൻ, പിതാവ് കൈയൊഴിയുമ്പോഴും നമ്മളെ കൈകൾ പിടിക്കാൻ ഒരേ ഒരു നേതാവേ ലോകത്തുണ്ടാകൂ, അത് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ഇങ്ങനത്തെ ഒരു നേതാവിനെ ലോകം കണ്ടിട്ടില്ല. നമ്മളെ ഉമ്മ നമ്മളെ മരിച്ചു പോയാൽ പോലും ഉമ്മ നമ്മളെ ഓർക്കുന്നത് സിറാത്ത് പാലം കഴിഞ്ഞിട്ടാണ്, ഉപ്പ നമ്മളെ ഓർക്കുന്നത് സിറാത്ത് പാലം കഴിഞ്ഞിട്ടാണ്. നമ്മൾ നന്നായി സ്നേഹിച്ച് വളർത്തിയ നല്ല മക്കൾ പോലും മാതാപിതാക്കളെന്ന് ചിന്തിക്കുന്നത് സിറാത്ത് പാലം കഴിഞ്ഞിട്ടാണെങ്കിൽ, സിറാത്ത് പാലത്തിൻ്റെ താഴെയും അതിൻ്റെ മുമ്പും നിന്നിട്ട് എൻ്റെ സമുദായം എവിടെ റബ്ബേ, എൻ്റെ ഉമ്മത്തിലേതെങ്കിലും ഒരാൾ നരകത്തിൽ പോയാൽ അതെനിക്ക് സഹിക്കാനാവില്ല നാദാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി മഹ്ശറയിൽ ദുആ ചെയ്യുന്ന ഒരു നേതാവിനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ മറക്കരുതേ, ആ നേതാവിനെ മരണം വരെ, കണ്ണടക്കുന്നത് വരെ ആ നേതാവിനെ മറക്കരുതേ. അതാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ലോകത്തുള്ള സകലമാന വസ്തുക്കളെക്കാളും ലോകത്തിൻ്റെ നേതാവിനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ഒരു മുഅ്മിനായ മനുഷ്യൻ സന്നദ്ധനായാൽ ഈ ഭൂമി നമുക്ക് സന്തോഷമാണ്, ഇവിടെ നിന്നുള്ള യാത്ര ആനന്ദമാ. യുവാക്കളെ, രക്ഷിതാക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തോട് വിട പറയേണ്ട നമുക്ക് നമ്മളെ കൂടെ വരാൻ ഖബറിലേക്ക് ആരെയാ നമ്മളെ സജ്ജമാക്കി വെച്ചത്? കൂട്ടുകാര് മണ്ണിട്ട് തിരിച്ചു പോരും, സ്നേഹിതന്മാര് മണ്ണിട്ട് തിരിച്ചു പോരും. നമ്മളിവിടെ ഒരുപാട് നമ്മുടെ നാട്ടിലെ കാരണവന്മാരുടെ പേര് സ്നേഹിതൻ മൻസൂർ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഓരോരോ നമ്മളെ നാട്ടിലുള്ള നേതാക്കന്മാര്, കാരണവന്മാര്, രക്ഷിതാക്കന്മാര്, ഉമ്മമാര്, അവരിന്ന് എവിടെയാ? ഇവിടെ ഇരുന്ന് കൊണ്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നമ്മളെ ഉപ്പമാരിന്ന് എവിടെയാണ്? നമ്മുടെ ഉമ്മമാരെവിടെയാണ്? നമ്മളെ വല്യമ്മമാര്, വല്യപ്പമാരെവിടെയാണ്? അപ്പിളി എന്ന് പറയുന്ന ഈ നാട്ടിനെ സംബന്ധിച്ച് അധികം ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരുപാട് നല്ല മനുഷ്യന്മാര് ലോകത്തോട് വിട പറഞ്ഞ നാടാ. അവരിന്ന് നമ്മളെ മുമ്പിലില്ല. അവരല്ലാഹുവിൻ്റെ അടുത്തേക്ക് യാത്ര പോയിരിക്കുകയാണ്. ഇനി അവരെ കാണാൻ നമുക്ക് സൗഭാഗ്യമില്ല. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ പിതാക്കന്മാരിപ്പ എവിടെയാകുമെന്ന്, നമ്മുടെ വല്യമ്മമാരെവിടെയാകുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദിവന്യനായ എൻ്റെ പിതാമഹൻ, എൻ്റെ പിതാവിൻ്റെ പിതാവ്, നിങ്ങളൊക്കെ നമ്മളെ നാട്ടുകാരൊക്കെ ഒരു കാലത്ത് മോലിയർ കാക്ക എന്ന് വിളിച്ചിരുന്ന അപ്പുളിപ്പള്ളികൾ ഖതീബായി ഒരുപാട് പ്രഭാഷണം കൊണ്ട് നാടിനെ വെളിച്ചം നൽകിയ മഹാനായ നിങ്ങളുടെ മോലിയർ കാക്ക, എൻ്റെ വല്ലിപ്പ, എൻ്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഇന്ന് വെന്നയൂരിലെ ഖബറിലാ. നല്ല യഖ്ളത്തോടു കൂടെ ഞാൻ എൻ്റെ പിതാമഹനെ ഒന്ന് കണ്ടിട്ടില്ല. അവർ ലോകത്തോടെ വിട പറഞ്ഞ ഖബറിലാണ് എന്ന് ഞാൻ ഓതിപ്പടിച്ച എൻ്റെ പിതൃവ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അഭിവന്ദനായ വെന്നയൂർ അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം ഇന്ന് ഖബറിലാ. ഞാൻ ഹജ്ജിന് പോകുന്ന നേരം എന്നെ കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞെന്നെ യാത്രയാക്കിയ എൻ്റെ പിതാവിൻ്റെ അനുജനാകുന്ന കണ്ടേങ്ങൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് വിളിച്ചിരുന്ന വെന്നയൂർ അബൂബക്കർ മുസ്ലിയാർ, ഞാൻ മദീനയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് വിവരം വരുന്നത്.
നിങ്ങളുടെ എളാപ്പ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയ യാത്രയായി ഒരസുഖം പോലും ഇല്ലാതെ എൻ്റെ കൈ പിടിച്ച് ഞാൻ ഹജ്ജിന് പോകുന്നത് അയൽവാസികളോടും നാട്ടുകാരോടും പറയാൻ കൈപിടിച്ച് കൊണ്ട് നടന്ന വ്യക്തിയാ. പക്ഷേ മദീനയിൽ നിന്ന് ഞാൻ കേൾക്കുന്നത് ആ മനുഷ്യൻ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയ യാത്രയാ. ഞാൻ പോകുമ്പോ കൈപിടിച്ച് കണ്ണുനീരോടെ യാത്രയാക്കിയ മഹാന് പിന്നെ ഞാൻ തിരിച്ചു വന്ന് കാണുന്നത് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. നേരെ വന്നത് ഖബറിന്റെ മുമ്പിലേക്കാ. എനിക്കൊന്ന് തോന്നിപ്പോയി. ഖബറിൽ കിടന്ന് എന്നോട് പറയുന്നുണ്ടാകും, ഞാൻ നേരത്തെ പോന്നതാ, നാളെ നീയും വരും യുവാവാകുന്ന മോനെ. എൻ്റെ ചെറുപ്പക്കാരെ മറക്കരുതേ, ഇന്ന് ഖബറിൽ കിടക്കുന്നവർക്കൊരു കാലമുണ്ടായിരുന്നു. ഇരിക്കുന്ന എൻ്റെയും നിന്റെയും പ്രായം കേട്ടോ. നമ്മുടെ പ്രായം കഴിഞ്ഞ് അവരെ അല്ലാഹു തിരിച്ചു വിളിച്ചു പോയി. ഇരിക്കുന്ന നമ്മൾ അല്ലാഹു എന്നാ തിരിച്ചു വിളിക്കുക, എന്നാ അല്ലാഹു കൊണ്ടുപോകാൻ ആളെ പറഞ്ഞയക്കുക. കണ്ണടച്ചാ പിന്നെ കൊണ്ടുപോകും എന്നെയും നിങ്ങളെയോ. ഒപ്പം ഇരുന്ന കൂട്ടുകാരും സ്നേഹിതന്മാരും ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെച്ചിട്ട് ഖബറിലേക്ക് എല്ലാം കഴിഞ്ഞാൽ വല്ല സ്നേഹിതന്മാരാണെങ്കിൽ അവരവസാനം 3 സംഭാവന തന്നിട്ട് തിരിച്ചു പോരും. ഏതാണ്? ഇന്നലെ ഞങ്ങളെ കൂടെ കളിച്ച് നടന്ന സ്നേഹിത, ഞങ്ങളെ കൂടെ ഫുട്ബോൾ കളിച്ച കൂട്ടുകാരാ, പീഡികത്തിണ്ണയിലും ഓകാലത്തമ്മലും പോസ്റ്റിലും ഇരുന്ന് മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത സ്നേഹിത, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. അവരൊക്കെ മണ്ണിട്ടങ്ങ് തിരിച്ചു പോന്നാൽ എൻ്റെ യുവാവേ, റബീഉൽ അവ്വൽ പോകുമ്പോൾ ചിന്തിക്കുക, എൻ്റെ കൂടെ ഖബറിൽ ആരാണുണ്ടാവുക റബ്ബേ. എൻ്റെ സ്ത്രീകളെ ചിന്തിക്കുക, എൻ്റെ കൂടെ ഖബറിൽ ആരാണുണ്ടാവുക റബ്ബേ. ഒറ്റക്ക് പള്ളിക്കാട്ടിൽ പോകാൻ എനിക്ക് പേടിയാ. പാതിരാത്രി പള്ളിക്കാട്ടിൽ പോയിട്ട് ഇരുട്ട് റൂമിൽ പോലും ഇരിക്കാൻ എനിക്ക് ഭയമാ. അങ്ങനത്തെ എന്നെ ഒറ്റക്ക് പള്ളിക്കാട്ടിലാക്കി എൻ്റെ നാട്ടുകാരും കുടുംബക്കാരും തിരിച്ചു പോരുന്ന കാലം എൻ്റെ ഖബറിൻ്റെ കൂട്ടിനാരാ? റബീഉൽ അവ്വൽ പോകുമ്പോ ചിന്തിച്ചാൽ പരിഹാരമുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉറക്കെ ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ആലോചിക്കുക, ഇവിടെ ഇരുന്ന് ആലോചിക്കുക. പള്ളിക്കാട്ടിന്റെ അരികിലൂടെ പോകാൻ രാത്രി പേടിയാണ്. ഞാൻ തമാശക്ക് പലരും പറയാറുണ്ട്, പള്ളിക്കാട്ടിൽ പ്രേതമുണ്ടാകും പ്രേതമുണ്ടാകും എന്നിങ്ങനെ പറയും ആൾക്കാർ അല്ലേ. പള്ളിക്കാട്ടിന്റെ അടുത്ത കൂടി പോകുമ്പോഴൊക്കെ പ്രേതമുണ്ടാകും പ്രേതമുണ്ടാകും. എന്നാൽ എന്നോട് ഒരാൾ പറഞ്ഞു, വെട്ടിച്ചിറന്റെ പുറത്തുള്ള വളവുണ്ടല്ലോ, എന്താണ് ആ വളവിന്റെ പേര്? അട്ടപ്പാറ വളവ്. അവിടെ എച്ചുണ്ട് കാരണം. ഞാൻ പറഞ്ഞു എച്ചുണ്ടായ എന്താ? ആ എച്ചുണ്ടായ വണ്ടി മറിയുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു വണ്ടി മറിയണ്ട, ആ എച്ചിനാണ്ട് തട്ടിട്ടാ മതിയല്ലോ, വണ്ടിയായിട്ട് കൊണ്ടായിട്ട്. അപ്പൊ എച്ചി എന്ന് പറയുമ്പോഴേക്ക് ആളുകൾ പേടിക്കുകയാണ്. അതേ പ്രകാരം നമ്മ പള്ളിക്കാട്ടിലേക്ക് പണ്ടൊരു എങ്ങായി ഓട്ടോറിക്ഷയായിട്ട് പള്ളിക്കാട്ടിന്റെ അടുത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ പേടിയാണല്ലോ, പ്രേതം ഉണ്ടാവുമോ, പാതിരാത്രിയാണ് പ്രേതം ഉണ്ടാവുമോ പ്രേതം ഉണ്ടാവുമോ. അപ്പൊ പള്ളിക്കാട്ടിന്റെ വൈക്കുന്ന ഒരാൾ കയ്യാട്ടി. അപ്പൊ ഇയാൾക്ക് സമാധാനായി. ഇനി പ്രേതത്തിനെ പേടിച്ചിട്ടല്ല, ഒരാളെ കിട്ടിയാണല്ലോ, വേ നിർത്തി കൊടുത്തിട്ട് ഇപ്പൊ സമാധാനായി, വേ അയാളെ കയറ്റി. പോണ വൈക്കല് ഇയാൾ ഈ വണ്ടിയിൽ കയറി ആളോട് ചോദിച്ചാലോ, അല്ല ഇവിടെയൊക്കെ പ്രേതമുണ്ട് പ്രേതമുണ്ട് എന്നിങ്ങനെ പറഞ്ഞൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാലോ. അപ്പൊ ഈ കയറിയ ആള് പറഞ്ഞാലോ, പ്രേതമുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മരിച്ചിട്ട് 40 കൊല്ലമായി അറിഞ്ഞാലോ, പിന്നെ ഇയാൾ ഓട്ടോറിക്ഷ എടുക്കാൻ പോവുക എന്ന് ആലോചിച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയാണ് ലോകത്ത് പ്രേത പള്ളിക്കാട്ടിന്റെ അടുത്ത് കൂടി പോകാൻ പേടിയ മനുഷ്യന്മാർക്ക്. എന്നാൽ എൻ്റെ യുവാക്കളെ, നമ്മളെ പിതാവിന്ന് കിടക്കുന്നത് എവിടെയാ? നമ്മുടെ വല്യമ്മമാരുപ്പമാര് കിടക്കുന്നത് എവിടെയാ? ഒറ്റക്കല്ലേ അവര് നമ്മളിട്ട് തിരിച്ചു പോകുന്നത്. ആ ഖബറിൽ ആരാണിത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളോ? എൻ്റെ ചെറുപ്പക്കാരാ,
രക്ഷിതാക്കളെ ഉമ്മ, അത് ചിന്തിക്കുമ്പോഴാണ് ഖബറിൽ ആരെങ്കിലും കൂട്ടാൻ പറ്റുമോ? പറ്റും, സംശയം വേണ്ട. റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ് കേട്ടോളൂ, അക്തിറൂ മിനസ്വലാ, യുവാക്കളെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഉമ്മമാരെ, രക്ഷിതാക്കളെ, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ലോകത്തിന്റെ നേതാവിനോടുള്ള സ്നേഹം കൂട്ടുക. കാരണം ഫഇന്ന അവ്വല മാ തുസ്അലൂന ഫിൽ ഖബർ, നിങ്ങളെ ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ നിങ്ങളെ കണ്ണ് തുറക്കുമ്പോ ആദ്യമായി നിങ്ങൾ കാണുന്നത് ആരാണെന്നറിയോ? അന്നീ, എന്നെ കുറിച്ചുള്ള ചോദ്യമാണ്. കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം മലക്കുകളുടെ കൂടെ. എന്നെ കുറിച്ചാണ് ആദ്യമായി ഖബറിൽ ചോദിക്കുക എന്ന് നമ്മുടെ കരളെ മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് ആളുകളൊക്കെ തിരിച്ചു പോന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് ആദ്യമായി കൊണ്ടുവരുന്നത്, മലക്കുകൾ കൊണ്ടുവരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അള്ളാഹിന്റെ റസൂലിനോട് ഇഷ്ടമുള്ളവർക്കേ തിരിച്ചറിയാൻ കഴിയൂ. ഹബീബിനെ സ്നേഹിച്ചവർക്കേ കണ്ട ആളെ മനസ്സിലാകൂ. മലക്കുകൾ ചോദിക്കും, ഈ ആളറിയുമോ? ആ സമയത്ത് അള്ളാഹിന്റെ ഹബീബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലിയ, റസൂലുള്ളാഹിനെ മറക്കാത്ത, ഹബീബിനെ ഇഷ്ടപ്പെട്ട, മുത്തനബിയുടെ ചര്യ അനുധാവനം ചെയ്ത നല്ല മനുഷ്യന്മാര് നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് പറയും, അറിയാ. കൂടെ സ്നേഹിതന്മാര് നടക്കുമ്പോഴും റസൂലുള്ളാഹിനെ മറക്കാത്തവനാണ് ഞാന്. ദുന്യാവ് മുഴുവനും അപകടത്തിലേക്ക് പോകുമ്പോഴും തിരുചര്യ മാറ്റിവെക്കാത്തവനാണ് ഞാന്. എല്ലാവരും വേണ്ടാതരത്തിന് പോകുമ്പോഴും അള്ളാഹിന്റെ ഹബീബ് കാണിച്ച ചര്യയിലൂടെ ജീവിച്ചവനാണ് ഞാന്. അതുകൊണ്ട് ആ മുഖം കാണുമ്പോ എനിക്കറിയാം, ഇത് ഹബീബുല്ലാ, ഇത് അല്ലാഹുവിന്റെ റസൂലാ എന്നങ്ങ് മറുപടി പറയലോട് കൂടെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, പിന്നെ ഖബറിൽ നമ്മൾ ഒറ്റക്കല്ല. ഉദ്ദേശിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കാണാൻ പോകാനും അമ്പിയാക്കന്മാരെ കാണാൻ പോകാനും ലോകത്ത് ഏറ്റവും വലിയ ടൂർ നടത്താനും പറ്റുന്ന ലോകത്തിന്റെ പേര് ഖബറാ. കാരണം അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരെ ദിനേന സന്ദർശിക്കാനുള്ള ഭാഗ്യം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ്. അതുകൊണ്ടല്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖബറിൽ നല്ല മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ഖബറാളിയോടെ മലക്കുകൾ പറയും, നം കനൗമത്തിൽ അറൂസ്, ആദ്യ രാത്രി പുതിയാപ്പിളും പുതിയണ്ണും ഉറങ്ങിയതുപോലെ ഉറങ്ങിക്കോ എന്ന് ഖബറാളിയോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലു മക്കളെ, മുഹമ്മദ് മുസ്തഫ. നോക്കണം, ഒരു മനുഷ്യൻ ഖബറിൽ നമ്മൾ കരുതും ഖബർ ദുഃഖത്തിന്റെ ലോകമാണല്ല, ഖബർ രസത്തിന്റെ ലോകമാണ്, ഖബർ ആനന്ദത്തിന്റെ ലോകമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.